സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് കൈൻ മാസ്റ്റർ വഴി ഗണിതത്തിലും സയൻസിലും ഉള്ള ചില സാധ്യതകളെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ലെയർ വഴി പോകുന്നു. ഹാൻഡ് റൈറ്റിംഗ് പരിചയപ്പെട്ടു, ഹാൻഡ് റൈറ്റിംഗ് എടുക്കുന്നു. അതിൽ നിന്ന് രണ്ട് അഗ്രഭാഗമുള്ള രേഖ നമുക്ക് വരയ്ക്കാം. രണ്ടും അഗ്രഭാഗമുള്ള ലൈൻ വരയ്ക്കാം. ഒരു ലൈൻ എടുക്കുന്നു. നമ്മൾ കളറ് ഇവിടെ ചുവപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇത് നമുക്ക് ലൈൻ ചെരിയാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എവിടെയാണോ കൈ എടുക്കരുത്, കൈ എടുക്കുന്നതിന് മുമ്പായിട്ട് അത് ലൈൻ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ കൈ എടുക്കാവുള്ളൂ. ഓക്കെ, കൈ എടുത്തു. ഇനി രണ്ടാമത്തെ ലൈൻ എവിടെയാണ് വേണ്ടത് അവിടെ കൊണ്ടുവച്ചു, കൈ വെച്ചു. അത് ചെരിയാതെ എവിടെയാണ് വേണ്ടതെന്ന് കൃത്യമായി വയ്ക്കണം. കാരണം സമാന്തര വരകളാണ് നമ്മൾ വരയ്ക്കുന്നത്. വരച്ചു. ഇനി അടുത്ത വരയ്ക്ക് നമുക്ക് കളറൊന്ന് മാറ്റി കൊടുക്കാം. പച്ച എടുത്തു. ഓക്കെ, എങ്ങനെയും വരയ്ക്കട്ടെ, എങ്ങനെ വേണേലും നമുക്ക് വരയ്ക്കാം. ഒരു വര വരച്ചു. ഇനി രണ്ടാമതൊരു വര വരയ്ക്കണോ? അതിന് വേണേൽ നമുക്ക് കളർ മാറ്റി കൊടുക്കാം. രണ്ടാമതൊരു വര, അതിന് കളർ മാറ്റി കൊടുത്തു. ഇനി ഇതിന് നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് ഓപ്ഷൻ ഒന്ന് മാറ്റാം. പെൻസിലെടുത്ത് കളറൊന്ന് മാറ്റി, കളർ നമുക്കിഷ്ടമുള്ള വേറൊരു കളറിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അടയാളപ്പെടുത്താം. ഈ കോൺ അടയാളപ്പെടുത്തി, അതിനോട് സമാനതകളുള്ള വേറെ കോൺ അടയാളപ്പെടുത്തി. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത്ര അടയാളപ്പെടുത്താം, എഴുതുകയും ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷൻ നമുക്കൊന്ന് തീരുമാനിച്ച് നോക്കാം. ഇതിൻ്റെ ഡ്യൂറേഷൻ ഏതാണ്, അത് എത്ര വേണം, എത്ര ലെങ്ത്ത് വേണം നമുക്കൊന്ന് തീരുമാനിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ആനിമേഷൻസ് നമുക്കൊന്ന് നോക്കാം. സെലക്ട് ചെയ്യുന്നു, ഇന്ന ആനിമേഷൻ കൊടുക്കുന്നു. ഡ്രോ ബൈ സ്ട്രോക്ക്, ഓരോ വരകളും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ സ്പീഡുണ്ട്. വളരെ സാവധാനത്തിൽ വേണമെങ്കിൽ സാവധാനത്തിൽ, ഇവിടെ ഇതാ 9.5 വരെ കിട്ടുന്നുണ്ട്. അത്രയും സ്പീഡ് കുറഞ്ഞു. നമ്മൾ എത്രയും ലെങ്ത്ത് കൊടുക്കുന്നോ അതിനനുസരിച്ച് സ്പീഡ് കുറയുക. ഡ്രോ ഇൻ ഓർഡർ, നമ്മൾ ഓരോ വര വരച്ചതും അതേ ഓർഡറിൽ കാണണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ഓരോ രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് ഓപ്ഷനാണ് എനിക്ക് ഏറ്റവും നല്ലത്. ഡ്രോ ബൈ സ്ട്രോക്കും അല്ലെങ്കിൽ ഡ്രോ ഇൻ ഓർഡർ. അത് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ വരച്ച പോലെ തന്നെ ഓരോ വരകളും പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് വരയ്ക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി ഒരു പ്രകാശകിരണം വരയ്ക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു ബേസ് വേണം. നമുക്ക് ഒരു ലൈന്, അത് ആരോ മാർക്ക് ഇല്ലാത്തൊരു ലൈൻ. നമുക്ക് ഏതെങ്കിലും കളർ, ഇവിടെ ബ്ലാക്ക് ആയിക്കോട്ടെ, ഏതെങ്കിലും കളർ എടുക്കുന്നു, ഒരു ബേസ് ലൈൻ വരയ്ക്കുന്നു. ചെരുവുണ്ട്, നമുക്കൊന്നുകൂടി മാറ്റിയേക്കാം. ഒരു ലൈൻ വരയ്ക്കുന്നു. ചെരുവില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കൊരു വൺ സൈഡ്, ഒരറ്റത്ത് ആരോ മാർക്കുള്ള ലൈൻ എടുക്കാം. അത് ചുവപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം. എടുത്തു, ഒരു പ്രകാശകിരണം നമ്മൾ വരച്ചു. അത് ഇത്ര ലെങ്ത്ത് കൂടുതലായി നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. പ്രകാശകിരണം വരുന്നു. മറ്റൊന്ന് പതിച്ചത് തിരിച്ചു പോകുന്നു. പതിച്ച പ്രകാശകിരണം നമുക്ക് തിരിച്ചു പോകുന്നതും വരയ്ക്കാം.
ഇവിടെയും പ്രകാശകിരണം വരയ്ക്കുമ്പോഴും നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡ്രോ ഇൻ ഓർഡർ എന്ന ഇൻ ആനിമേഷൻ തന്നെയാണ്. അതുകൊണ്ട് ക്രമമായിട്ട് നമ്മൾ വരച്ച അതേ ക്രമത്തിൽ തന്നെ എല്ലാം വരുന്നു. നമുക്കതെല്ലാം എഴുതി കാണിക്കുകയും ചെയ്യാം. ഇതും ഒന്ന് ചെയ്ത് നോക്കൂ.